കഴിഞ്ഞ ദിവസം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു വനിതാ റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ റാലിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന തരത്തിൽ ലീഗ് പഞ്ചായത്ത് അംഗം ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. തൊഴിലാളികളെയും സ്ത്രീകളെയും ഒരുപോലെ അധിക്ഷേപിക്കുന്നതായിരുന്നു ആ ഒരു മുദ്രാവാക്യം. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ 13ാം വാർഡ് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഹാജിറ യൂസഫ് ആയിരുന്നു ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് വടകര മണ്ഡലം. അവിടെ UDFന്റെ ഒരു വനിതാ റാലി സംഘടിപ്പിക്കുന്നു. എന്നാൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്തുകയും എന്നാൽ അതേ റാലിയിൽ വനിതകളെയും വനിതകളായിട്ടുള്ള തൊഴിലാളികളെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതും ഇങ്ങനെയൊരു വനിതാ റാലിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് ഒരു വനിത കൂടിയാണ്. അതും ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര. മുൻപ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ പങ്കെടുത്ത ഒരു റാലി നടത്തിയിരുന്നു. ടീച്ചർക്ക് വടകര മണ്ണിൽ നിന്ന് സ്ത്രീ വോട്ടുകൾ കൂടുതലായി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. വടകരയിൽ സ്ത്രീകളുടെ പിന്തുണ ശൈലജ ടീച്ചർക്കാണ് എന്ന് ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ അതിനെ തകർക്കാനാണ് ഷാഫി പറമ്പിൽ മറ്റൊരു വനിതാ റാലി സംഘടിപ്പിച്ചത്. ഇതോടെ വനിതകൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും വനിതാ വോട്ടുകൾ നേടാനുമായിരുന്നു ശ്രമിച്ചത്. എന്നാൽ വനിതകൾക്ക് വേണ്ടി എന്ന് അവകാശപ്പെട്ട അതേ റാലിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ഈ റാലി നയിച്ചിരുന്നത് വടകര MLA കൂടിയായ KK രമയും ഷാഫി പറമ്പിലുമായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ അതും ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ റാലിയിലുടനീളം തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടും അതിനെ എതിർക്കാനോ നിർത്താനോ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. ഷാഫി പറമ്പിൽ മാത്രമല്ല, ആ വനിതാ റാലി നയിച്ച KK രമയും മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയോ അങ്ങനെ ഒരു അധിക്ഷേപ മുദ്രാവാക്യം വിളിച്ചതിനെ തടയാനോ ശ്രമിച്ചിരുന്നില്ല. UDFന്റെ നേതാക്കൾ ഒന്നും തന്നെ പ്രതികരിക്കാതിരുന്നത് അവരുടെ മനോഭാവമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിന് പകരം ചോദിക്കുമെന്നും വോട്ട് ചെയ്യുമ്പോൾ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്ത് ടീച്ചറെ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇത് തീർച്ചയായും വടകരയിലും ശൈലജ ടീച്ചർക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. ശൈലജ ടീച്ചറെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ ലീഗ് വനിതാ നേതാവ് വിളിച്ച മുദ്രാവാക്യം സ്ത്രീ വിരുദ്ധമാണ്, അതേസമയം തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ്. തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല വടകരയുടെ പെൺപട എന്നായിരുന്നു ആ മുദ്രാവാക്യം. അച്ചുമ്മനും KK രമയും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പങ്കെടുത്ത പൊതുപരിപാടിയിലാണ് ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉയർന്നു കേട്ടതും. ശൈലജ ടീച്ചർ നടത്തിയ വനിതാ റാലിയിൽ പങ്കെടുത്തത് തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു. അവരെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ മുദ്രാവാക്യം. മനഃപൂർവ്വം ഒരു വിഭാഗം തൊഴിലാളികളെ അധിക്ഷേപിക്കുക, അതോടൊപ്പം വടകരയിലെ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുക എന്നതായിരുന്നു ഈ ഒരു വനിതാ റാലിയുടെ ഉദ്ദേശം. ഇപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വനിതകളുടെ ഭാഗത്തു നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. തികച്ചും പ്രതിഷേധാർഹമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഈ വിഷയം തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇതിന് പകരം ചോദിക്കും, വോട്ടിന്റെ ദിവസം പകരം ചോദിക്കും എന്ന് കൃത്യമായി അപമാനിക്കപ്പെട്ട തൊഴിലാളികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവരുടെ തൊഴിലിനെയും തൊഴിലുറപ്പ് പദ്ധതിയെയും കൂടിയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനും അവരുടെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇത്തരത്തിൽ ഒരു പദ്ധതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിച്ചിരിക്കുകയാണ്. കൂടാതെ ഇത്രയും മികച്ച ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരെ തീർച്ചയായും അധിക്ഷേപിക്കുക തന്നെയാണ് ഈ മുദ്രാവാക്യം വിളിയിലൂടെ
മാത്രമല്ല വനിതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസുകാർ യാതൊരു മടിയും കൂടാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്. ഇതും ശ്രദ്ധേയം തന്നെയാണ്. വനിതകളുടെ റാലിയിൽ പങ്കെടുക്കേണ്ടത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അല്ല എന്നായിരുന്നു ആ മുദ്രാവാക്യം അർത്ഥമാക്കുന്നത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു റാലിയിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്തവരാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന ഒരു ധ്വനിയോടുകൂടിയുള്ള മുദ്രാവാക്യമായിരുന്നു അത്. ആ റാലിയിൽ പങ്കെടുത്ത അച്ചൂമ്മനോ കെ രമയ്ക്കോ ഇതിനെ എതിർക്കാനോ നിർത്തിവെക്കാനോ സാധിച്ചിരുന്നില്ല. ഇത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. കൂടാതെ ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് ഈ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള ഒരു പഞ്ചായത്തിലെ അംഗം തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ UDFന്റെ നേതാക്കൾ അനുകൂലിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഇവർ തൊഴിലാളികളോട് കാണിക്കുന്ന മനോഭാവം എന്തായിരിക്കും എന്നതാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ട് നേടി ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ അയാൾ തൊഴിലാളികൾക്കൊപ്പം അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ വോട്ട് നേടി വിജയിക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ശൈലജ ടീച്ചറുടെ ജനങ്ങൾക്കിടയിലെ സ്വാധീനം കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങളുടെ പിന്തുണ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച റാലി ഇപ്പോൾ കോൺഗ്രസിന് തന്നെ വിനയായിരിക്കുകയാണ്.